Anna Narayanan, and this is Sims Education Center, Malappuram. We are going through the paper Social History of England and the History of English Literature, Unit 5, The Age of Dryden. Introduction. 3 historical events deeply influenced the literary movements of the Age of Dryden. They are the Restoration of 1660, Roman Catholic controversy during the reign of Charles II, and Revolution of the year 1688. അപ്പം 3 ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആയിരുന്നു ഡ്രൈഡൻ്റെ കാലത്ത് ലിറ്റററി മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറയുന്നത്. ഒന്ന് റെസ്റ്റോറേഷൻ ആയിരുന്നു 1660, പിന്നെ ഒന്ന് റോമൻ കാത്തലിക് കോൺട്രവേഴ്സി ആയിരുന്നു ഈ ചാൾസ് രണ്ടാമൻ്റെ സമയത്ത്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത്. അതുപോലെ തന്നെ 1688 നടന്നിട്ടുള്ള റവല്യൂഷൻ ആയിരുന്നു. ഇത്രയുമായിരുന്നു അന്നത്തെ ലിറ്റററി മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള 3 ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യം ദ റെസ്റ്റോറേഷൻ. ദ റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ പാഷൻസ് റിഫ്ലക്റ്റഡ് ഇൻ ലിറ്ററേച്ചർ. The religion of king was suspected. The suspicion of the Catholics colored all writings of time. Dryden's Absalom and Achitophel is an outstanding example of the controversy during those troubled years. അപ്പോൾ റെസ്റ്റോറേഷൻ, അപ്പം എന്താ പറയുക, ആ ഒരു സമയത്ത് റിലീജിയസ് ബേസിലാണെങ്കിലും പൊളിറ്റിക്കൽ ബേസിലാണെങ്കിലും ലിറ്ററേച്ചറിൽ റിഫ്ലക്ഷൻസ് ഉണ്ടായിരുന്നു. മീൻസ് അന്നത്തെ കാലത്തെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും പൊളിറ്റിക്കൽ വിശ്വാസങ്ങളും എല്ലാം ലിറ്ററേച്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ രാജാവിൻ്റെ മതം ഏതാണെന്നുള്ള ഒരു എന്താ പറയുക, രാജാവിൻ്റെ മതത്തെ എല്ലാവരും സംശയിച്ചു. അപ്പോൾ ഇത് എന്താണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എന്താ പറയുക സംശയം, കാത്തോലിക്സിൻ്റെ ഈ ഒരു സംശയമൊക്കെ അന്നത്തെ എഴുത്തുകളിൽ കാണാമായിരുന്നു. പിന്നെ ഡ്രൈഡൻ എഴുതിയിട്ടുള്ള അബ്സാലം ആൻഡ് അക്കിറ്റോഫൈൽ, ഇതെന്താണ്, അന്നത്തെ ആ ഒരു എന്താ പറയുക തർക്കത്തിൻ്റെ ഒരു ഉദാഹരണം. ആ തർക്കത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ 2 വർക്കിലും കാണാനായിട്ട് കഴിയും. ദ റെവല്യൂഷൻ. ആഫ്റ്റർ ജെയിംസ് സക്സീഡിങ് ദ ട്രോൺ ഇൻ 1685, he revealed his prejudices on Roman Catholics. So he was rejected and replaced by a Protestant. The literature of succeeding years stressed the political rather than the religious side of public affairs. അപ്പം നമ്മുടെ ജെയിംസിൻ്റെ ഭരണത്തിന് ശേഷം വന്ന 1685 മീൻസ് ചാൾസ് രണ്ടാമൻ്റെ ഭരണത്തിന് ശേഷം ജെയിംസ് ഭരണത്തിൽ വന്ന ആ ഒരു കാലഘട്ടത്തിൽ 1685 ഈ റോമൻ കത്തോലിക്സിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുൻവിധികൾ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ട് പിന്നീട് ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളെ, പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അപ്പം ഈ കാത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ടിട്ടുള്ള മറ്റുള്ള ക്രിസ്തീയ മതവിഭാഗത്തിൽ പെട്ടവരെയാണ് പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ മാറ്റി ഭരണത്തിലിരുത്തി എന്നാണ് പറയുന്നത്. അപ്പം the literature of succeeding years stressed the political rather than the religious side of public affairs. അന്നത്തെ കാലത്തെ പൊതുകാര്യങ്ങളിലെ ബേസ് ചെയ്തിട്ട് ഉള്ള പൊളിറ്റിക്കൽ റിലീജിയസ് സംഭവങ്ങളൊക്കെയായിരുന്നു ലിറ്ററേച്ചറിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നത്. പിന്നെ വരുന്നതാണ് ന്യൂ ക്ലാസിസിസം. ഡ്യൂറിങ് റെസ്റ്റോറേഷൻ the past was almost absolute. Literature took on a new spirit in outlook, subject and style. It was called classical as opposed to the Elizabethan romanticism. Writers turned to great classical writers, in particular to Latin writers, for guidance and inspiration. This can be seen in the Age of Dryden. Charles II, after his exile in France, brought to England in the French literature. ഈ ഒരു റെസ്റ്റോറേഷൻ്റെ കാലത്ത് എന്താ പാസ്റ്റിനെ കുറിച്ച് വ്യക്തമായിരുന്നു, കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ എന്താ പറയുക പുതിയൊരു ഔട്ട്ലുക്കും സബ്ജക്റ്റും സ്റ്റൈലും ഒക്കെ ൊക്കെയാണ് വന്നത്. അപ്പോൾ അതിനെ പറയണത് അല്ലെങ്കിൽ അതൊരു ക്ലാസിക്കലായിരുന്നു, എന്താണ് എലിസബത്തൻ റൊമാൻറ്റിസിസത്തിന് എതിരായിരുന്നു അത്. അപ്പം റൈറ്റേഴ്സൊക്കെ വലിയ ക്ലാസിക്കൽ റൈറ്റേഴ്സായി. മീൻസ് ലാറ്റിൻ റൈറ്റേഴ്സിൻ്റെ ഗൈഡൻസും ഇൻസ്പിറേഷനും ഒക്കെയാണ്
പർട്ടിക്കുലറായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് ഡ്രൈഡൻ്റെ ഏജിൽ കാണാൻ കഴിയും. പിന്നെ ചാൾസ് രണ്ടാമൻ്റെ ഒരു എക്സൈലും മീൻസ് ഫ്രാൻസിലേക്കുള്ള പോയതും പിന്നീട് ഇംഗ്ലണ്ടിൽ ഫ്രഞ്ച് ലിറ്ററേച്ചർ വന്നു. മീൻസ് അതുവഴി ഇംഗ്ലണ്ടിൽ ഫ്രഞ്ച് ലിറ്ററേച്ചർ വന്നു. The forerunners of Dryden. There was two writers whom Dryden himself regarded as his masters. They are considered pioneers of the classical school of poetry. They are Edmund Waller and Sir John Denham. These two writers raised against the excesses and obscurity of the metaphysical poets. They were the reformers of English versification. അപ്പം ഈ ഡ്രൈഡൻ്റെ മുൻഗാമികൾ എന്ന് പറയുമ്പോൾ രണ്ട് റൈറ്റേഴ്സിനെയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അവർ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് പോയട്രിയുടെ പയനിയേഴ്സായിട്ട് പറയുന്നുണ്ട്. അപ്പം അവരുടെ മുൻഗാമികളായിരുന്നു. സോ എഡ്മണ്ട് വാലറും സർ ജോൺ ഡെനാമിനെയാണ് അദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് റൈറ്റേഴ്സും എന്താ പറയുക, ഇങ്ങനെ ഒരുപാട് മീൻസ് മെറ്റാഫിസിക്കൽ പോയട്രീന്ന് മീൻസ് അവ്യക്തമായിട്ടുള്ള ആ ഒരു എഴുത്തുണ്ടല്ലോ, അതിനെതിരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ പദ്യ നിർമ്മാണം, ഇംഗ്ലീഷ് വേഴ്സിഫിക്കേഷൻ്റെ അതിനെ റീഫോം ചെയ്തത് ഈ രണ്ട് എഴുത്തുകാരായിരുന്നു. ജോൺ ഡ്രൈഡൻ 1631 to 1700. Dryden was born in Northamptonshire and educated at Dundee Grammar School. He later studied at Cambridge. For 40 years, he continued to produce an abundance of literature of every kind, like poems, plays, and prose. The quality of his works was unfailingly good. The poetry he wrote at the end of his life was as fresh as it had been written at his manhood. He adopted himself with his time very much. He lauded Oliver Cromwell. At the Restoration, he changed his views in support of Charles II and to the Church of England. He was awarded with pensions. Once again, he changed with coming in of James II and became a Roman Catholic. അപ്പോൾ ഡ്രൈഡൻ ജനിച്ചത് നോർത്തംഷെയറിലാണ്. അദ്ദേഹം പഠിച്ചത് ഡണ്ടൽ ഗ്രാമർ സ്കൂളിലാണ്. പിന്നീട് അദ്ദേഹം കാംബ്രിഡ്ജിലാണ് പഠനം തുടർന്നത്. 40 വർഷത്തോളം അദ്ദേഹം ലിറ്ററേച്ചറിൽ എല്ലാ തരത്തിലുള്ള പോയംസും പ്ലേസും പ്രോസും എഴുതിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല രീതിയിലുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള പോയട്രിയൊക്കെ പറയണത് വളരെ ഫ്രഷായിരുന്നു. അദ്ദേഹം നല്ല കാലത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളതിനേക്കാളും വളരെ മെച്ചപ്പെട്ട ഒന്നായിരുന്നു. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം ഒരുപാട് സമയം ചിലവഴിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒലിവർ ക്രോംവെലിനെയൊക്കെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട്. പിന്നെ റെസ്റ്റോറേഷൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടൊക്കെ അദ്ദേഹം മാറ്റി. ചാൾസ് രണ്ടാമൻ വന്നതിന് ശേഷം ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് പെൻഷൻസൊക്കെ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ജെയിംസ് രണ്ടാമൻ്റെ വരവോടുകൂടി അദ്ദേഹം റോമൻ കത്തോലിക്കായിട്ട് മാറി. Dryden, his poetry. Dryden as a poet was low in quality. His first poem, an elegy written at the age of 18, is bad. His heroic strangers are crude and bombastic. Cowley influenced Dryden much. ഡ്രൈഡൻ്റെ പോയട്രി എന്ന് പറയുന്നത് വളരെ പതുക്കെയായിരുന്നു. അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്ലോ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എലിജി അദ്ദേഹത്തിൻ്റെ 18ാമത്തെ വയസ്സിൽ എഴുതിയിട്ടുള്ള എലിജി വളരെ മോശമായിട്ടുള്ള ഒന്നായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹീറോയിക് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഡായിരുന്നു. മീൻസ് ഒരു ബോംബാസ്റ്റിക് എന്ന് പറഞ്ഞാൽ മൊത്തം വിടുവായത്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ. പിന്നെ കൗളിയാണ് ഡ്രൈഡനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. Dryden's early works are full of metaphysical characteristics. The best of his poetry was works written in his last 20 years. His poetry can be brought under 3 divisions. They are political satires, doctrinal poems, and the fables. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ വർക്കൊക്കെ മെറ്റാഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയട്രിയുടെ ബെസ്റ്റ് വന്നത് അദ്ദേഹത്തിൻ്റെ അവസാന 20 വർഷ കാലഘട്ടത്തിലാണ്.
അപ്പം അദ്ദേഹത്തിൻ്റെ പോയട്രി 3 ഡിവിഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പൊളിറ്റിക്കൽ സറ്റയർ, രണ്ടാമത്തത് ഡോക്ട്രിനൽ പോയിൻറ്റ്സ്, പിന്നെ ഉള്ളത് ഫേബിൾസുമാണ്, മീൻസ് കെട്ടുകഥകളൊക്കെയാണ്. The political satire. Dryden wrote Absalom and Achitophel following the alleged popish plot to defend the king's policy against the Earl of Shaftesbury. The metal and Macflecknoe attached his friend Thomas Shadwell with much language of abuse. ഡ്രൈഡൻ്റെ ആബ്സാലം ആൻഡ് അക്കിറ്റോഫൽ എന്ന് പറയുന്നത് പോപ്പിഷ് പ്ലോട്ടിനെ ബേസ് ചെയ്തിട്ട്, മീൻസ് കിങ്ങിൻ്റെ പോളിസീനെ ഡിഫെൻഡ് ചെയ്തിട്ട്, മീൻസ് ഏൾ ഓഫ് ഷാഫ്റ്റ്സ്ബറിക്കെതിരെയുള്ള കിങ്ങിൻ്റെ പോളിസീനെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു. പിന്നെ അതിൻ്റെ മെഡൽ, അതുപോലെ തന്നെ മാക്ഫ്ലെക്നൊക്കെ എന്താണ് തോമസ് ഷാഡ്വെൽ എന്നുള്ള ഒരു റൈറ്ററിനെ വളരെ മോശമായ ലാംഗ്വേജിൽ അബ്യൂസ് ചെയ്യുന്ന ഒന്നാണ് മാക്ഫ്ലെക്നോ ഒക്കെ പറയുന്നത്. പിന്നെ ഡോക്ട്രിനൽ പോയംസ് ആണ്. റിലീജിയോ ലേസി ആൻഡ് ദ ഹിൻഡ് ആൻഡ് ദ പാന്തർ ആർ തിയോളജിക്കൽ ആൻഡ് കോൺട്രവേഴ്സിയൽ. The two poems are having opposed points of view. The poems are not strictly religious, devotional or spiritual. They exhibit Dryden's mastery in putting forth an argument in verse. The poems show Dryden as a remarkable pleader. അപ്പോൾ ഈ ഡോക്ട്രിനൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കുന്ന പോലത്തെ കവിതകൾ. അപ്പം ഈ റിലീജിയോ ലേസി, അതുപോലെ ഹിന്ദ്, പാന്തർ, അതൊക്കെ എന്താണ് ദൈവശാസ്ത്രപരമായിട്ടും വിവാദം ചെലുത്തുന്ന രീതിയിലുള്ളതാണ്. രണ്ടിനും വൈരുദ്ധ്യമായിട്ടുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ആയിരുന്നു. അപ്പം ഇത് റിലീജിയസ് ഡിവോഷണലോ സ്പിരിച്വലോ ഒന്നും അല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വേഴ്സിൽ ആർഗ്യുമെൻറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മാസ്റ്ററി അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ ഡ്രൈഡൻ ഒരു നന്നായിട്ട് വാദിക്കാൻ അറിയുന്ന ഒരാളാണെന്നുള്ളത് ഈ പോയത്തിലൂടെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഫേബിൾസ് ആണ്. ഫേബിൾസ് എന്ന് പറഞ്ഞാൽ കെട്ടുകഥ. Fables are fine tales written amidst Dryden's anxiety and ill health. അപ്പോൾ ഇത് എഴുതിയിരുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള സമയത്താണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ദീസ് ഫേബിൾസ് പ്ലേസ് ഡ്രൈഡൻ എമംഗ് ദ ബെസ്റ്റ് സ്റ്റോറി ടെല്ലേഴ്സ് ഇൻ വേഴ്സ്. അപ്പോൾ ഈ ഒരു ഫേബിൾസിലൂടെ തന്നെ ഡ്രൈഡൻ നല്ലൊരു സ്റ്റോറി ടെല്ലറാണെന്ന് നമുക്ക് മനസ്സിലാവും. ദ പാലമൺ ആൻഡ് സൈറ്റ് ബേസ്ഡ് അപ്പോൺ ദ നൈറ്റ്സ് tale of Chaucer compares the method and out of the 14th century and of 17th century poet. അപ്പോൾ ഈ പാലമനും സൈറ്റും എന്താണ് ഈ നൈറ്റ് ടെയിൽ, ചോസറിൻ്റെ നൈറ്റ് ടെയിൽസിനെ കമ്പയർ ചെയ്യുന്നതാണ്. മെത്തേഡ് ഓഫ് ദ 14th സെഞ്ച്വറിയിലെയും 17th സെഞ്ച്വറിയിലെയും പോയറ്റ്സിൻ്റെ മെത്തേഡിനെ കമ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒന്നാണ്. ആസ് എ ഹോൾ, Dryden's poetry lacks in imaginative power, depth of feeling and spiritual fervor, but his poetry has splendid intellect, manly vigor and style. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോയട്രിക്ക് ഇമാജിനേറ്റീവ് പവർ കുറവായിരുന്നു. അതുപോലെ നല്ല മീൻസ് നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവില്ല. അതുപോലെ സ്പിരിച്വലി ഉള്ളൊരു ബിലീഫ്, തീക്ഷ്ണമായ ഒരു വിശ്വാസം, അതൊന്നുമില്ല. പക്ഷേ ഗംഭീരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ളതാണ്, നല്ല കരുത്തുള്ള സ്റ്റൈലുള്ള രീതിയിലുള്ള കവിതകളായിരുന്നു ഡ്രൈഡൻ്റെ കവിതകൾ. ഇനി സാമുവൽ ബട്ട്ലർ ആണ്, 1612 to 1680. Other than Dryden, only Butler was the notable poet of the time. His famous Hudibras, a satire in 3 parts on Puritans, was written and published in 3 continuous years. This poem stimulated the general reaction against the saints and their cause. The local and temporary subject matter has become a disadvantage. അപ്പോൾ നമ്മുടെ ജോൺ ഡ്രൈഡന് ശേഷം ബട്ട്ലറാണ് നമുക്ക് ആ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കവി എന്ന രീതിയിൽ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹൂഡിബ്രാസ് ഉണ്ട്. അതെന്താണ് 3 ഭാഗമായിട്ട് പ്യൂരിറ്റൻസിന് എതിരെയുള്ള ഒരു സറ്റയറാണ്. അത് എഴുതിയിട്ടുള്ളതും വന്നിട്ടുള്ളതും 3 വർഷങ്ങളിലായിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയംസ് ഈ സെയിൻസിനെതിരെ ഒക്കെ ഉള്ള ഒരു ആക്ഷനെതിരെ ഒരു ഉത്തേജനം നൽകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ലോക്കൽ അല്ലെങ്കിൽ ടെമ്പററി സബ്ജക്റ്റ് മാറ്ററൊക്കെ എന്താണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു, നല്ലതായിരുന്നില്ല. ദ റൈസ് ഓഫ് മോഡേൺ പ്രോസ്. അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ്, ദ റെസ്റ്റോറേഷൻ മാർക്സ് എ റിയൽ മൊമെൻറ്റ് ഓഫ് ബർത്ത് ഓഫ് അവർ മോഡേൺ ഇംഗ്ലീഷ് പ്രോസ്. അപ്പം ഈ റെസ്റ്റോറേഷൻ പീരീഡാണ് മോഡേൺ ഇംഗ്ലീഷ് പ്രോസിൻ്റെ ഒരു ജനനം നടക്കുന്ന സമയം എന്ന് പറയാം.
From the historical point of view, rise of modern prose is greatest single fact in the literary annals of the Age of Trident. Age of Trident സമയത്താണ് ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് മോഡേൺ പ്രോസിൻ്റെ ഒരു എന്താ പറയുക ഒരു ബിഗിനിങ് എന്നൊക്കെ പറയുന്നത്. In the old prose, the sentences were long, parentheses were numerous and there were more Latin sentences than English. അപ്പോൾ പണ്ടത്തെ പ്രോസിലൊക്കെ പറയുക സെൻറ്റൻസസ് വളരെ ലോങ് ആയിരുന്നു. പിന്നെ എന്താ പറയുക ഒരു ഇംഗ്ലീഷ് വാക്കുകളേക്കാളുപരി ലാറ്റിൻ സെൻറ്റൻസസ് ഇംഗ്ലീഷ് സെൻറ്റൻസസിനേക്കാളുപരി ലാറ്റിൻ സെൻറ്റൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ദ ന്യൂ പ്രോസ് സെൻറ്റൻസസ് ആർ മച്ച് ഷോർട്ടർ ആൻഡ് സിംപിളർ. അപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴെന്താണ് പ്രോസിലെ സെൻറ്റൻസസിൻ്റെ ദൈർഘ്യം കുറയുകയാണ്, കുറച്ചും കൂടി സിമ്പിളാണ്, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലുള്ളതാണ്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ഇൻ റൈറ്റിംഗ് ദർ ഈസ് ഡയറക്ട്രസ്. അപ്പോൾ എന്താ പറയുക ഈ ഒരു എഴുത്തിൽ ഇങ്ങനെ എന്താ പറയുക ഒരു ഡയറക്ട്രസ്. Many causes combined in the advent of modern prose. They are the spirit of common sense, influence of science and development of new taste. France had already evolved a kind of prose which was clear, flexible for the purpose of exposition, discussion and social intercourse. This kind of prose provided a model for the English writers. Dryden emerged first among the great writers in the modern prose style. അപ്പം എന്താ ഇപ്പം മോഡേൺ പ്രോസ് ഉണ്ടാവാനായിട്ട് ഒരുപാട് കാരണങ്ങൾ കൂടി ചേർന്നിട്ടാണ്. എന്താ സ്പിരിറ്റ് ഓഫ് കോമൺ സെൻസ്, അതുപോലെ തന്നെ സയൻസിൻ്റെ ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ആളുകൾക്കിടയിലുള്ള പുതിയ ടേസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, പുതിയൊരു ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഫ്രാൻസിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ ഫ്ലെക്സിബിളായിട്ടുള്ള മീൻസ് എല്ലാം എക്സ്പോസ് ചെയ്യാനുള്ള ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ ഇൻ്റർകോഴ്സൊക്കെ വരുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോസ് എന്താണ് ഇംഗ്ലീഷ് റൈറ്റേഴ്സിന് ഒരു മോഡലായിരുന്നു. അപ്പോൾ ഡ്രൈഡൻ ആണ് ഇപ്പം അതിൽ ആദ്യമായിട്ട് ഇങ്ങനെ മോഡേൺ പ്രോസ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. Dryden's prose. Dryden's prose consists mainly of essays and prefaces dealing with the problems of poetry and drama. Along with new prose, Restoration produced modern criticism. As the element of criticism grew in England, there was a systematic study of the principles and laws of literature. Dryden, as the first great modern prose writer, is also the first great modern critic. In the course of his criticism, he takes up discussions from various points of view. For example, he dealt with the elements of heroic and epic poetry, the relation of art and nature, the qualities of great writers of Greece and Rome, and so on. In this way, his work gains capital importance as commentary upon the taste and ideals of the rising classical school of literature. His best criticism is to be found in the writings on drama. The essay of dramatic poesy considers the principles and the merits of the three chief types of drama: the classical drama of the Greeks and the Romans, and the neoclassical drama of the French, and the romantic drama of the English. Dryden often writes with careless details and accepted the limitations and prejudices of his age. His prose is a clean and preserved literary distinction. He rarely descends to the level of slipshod in the prose. അപ്പോൾ ഡ്രൈഡൻ്റെ പ്രോസ് എന്ന് പറയുന്നത് ഒരുപാട് എസ്സേയ്സും അതുപോലെ തന്നെ പോയട്രീൻ്റെയും ഡ്രാമയിലൊക്കെ പ്രോബ്ലംസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുതിയ പ്രോസിൻ്റെ ഒപ്പം തന്നെ എന്താ റെസ്റ്റോറേഷൻ പ്രൊഡ്യൂസ്ഡ് മോഡേൺ ക്രിറ്റിസിസം. അപ്പം അതുപോലെ തന്നെ ക്രിറ്റിസിസം എന്നൊരു എലമെൻറ്റിലൂടെ ഇംഗ്ലണ്ട് എന്താണ് ഈ ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രിൻസിപ്പിൾസും ലോസിനെ കുറിച്ചൊരു സ്റ്റഡി തന്നെ നടത്തി സിസ്റ്റമാറ്റിക്കായിട്ട്. അപ്പം ഡ്രൈഡൻ ആണ് ഫസ്റ്റ് ഗ്രേറ്റസ്റ്റ് മോഡേൺ പ്രോസ് റൈറ്റർ എന്ന് പറയാം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു മോഡേൺ ക്രിറ്റിക്കും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അതിന് എക്സാമ്പിളാണ് ഹീറോയിക് എപ്പിക് പോയട്രീനെ കുറിച്ചിട്ടുള്ള അതിലെ എലമെൻസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് നേച്ചറിൻ്റെ റിലേഷനെ പറ്റി, അതുപോലെ തന്നെ ഗ്രീസിലെയും റോമിലെയും വലിയ എഴുത്തുകാരുടെ ക്വാളിറ്റിയെ പറ്റി, അതുപോലെ തന്നെ അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഈ ടേസ്റ്റിൽ ആളുകളുടെ ഒരു താല്പര്യത്തിൽ ഉള്ള കമൻട്രിയും അതുപോലെ തന്നെ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഐഡിയൽസും ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഡ്രാമേനെ ബേസ് ചെയ്തിട്ടുള്ളതിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഡ്രാമേനെ കുറിച്ചിട്ടുള്ള എസ്സേയിൽ 3 ടൈപ്സ് ഓഫ് ഡ്രാമയിൽ പറയേണ്ടത്. ഒന്ന് ക്ലാസിക്കൽ ഡ്രാമ ഓഫ് ഗ്രീക്സ് ആൻഡ് റോമൻസ്, പിന്നെ ഒന്ന് നിയോ ക്ലാസിക്കൽ ഡ്രാമ ഓഫ് ഫ്രഞ്ച് ആൻഡ് റൊമാൻറ്റിക് ഡ്രാമ ഓഫ് ഇംഗ്ലീഷ്. ഇത് 3 ആണ്. അപ്പോൾ ഡ്രൈഡൻ ഇങ്ങനെ എന്താ പറയുക
ഈ അന്നത്തെ കാലത്തെ ആളുകളുടെ ലിമിറ്റേഷൻസും മുൻവിധിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോസ് എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് പ്രിസർവ് ആണ്. അതുപോലെ തന്നെ എങ്ങനെ ഈ ഇത് അതിൽ നിന്ന് താഴ്ന്ന് വഴുതി പോകുന്ന രീതിയിലുള്ള ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇനി ജോൺ ബുന്യാനാണ്. The other equally important prose writer of the age of Dryden is Bunyan. He was born at Bedfordshire. He got married early and started to preach in villages. He was soon convicted of holding unlawful meetings. His autobiography, Grace Abounding, talks of his life in prison. The Pilgrim's Progress describes his second imprisonment. The other two important works are The Life and Death of Mr. Batman and Holy War. He is the only writer who used in writing a long prose allegory. Bunyan was not an educated man, but he had the authorized version of English Bible by heart. He is regarded as a forerunner of the novel. അപ്പം ജോർജ് ബുന്യാൻ എന്ന് പറയുന്നത് ഡ്രൈഡൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസ് റൈറ്ററാണ്. അദ്ദേഹം ബെഡ്ഫോർഡ്ഷയറിലാണ് ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാരേജ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ വില്ലേജസിൽ ഒക്കെ പ്രീച്ച് ചെയ്യലാണ്, പ്രസംഗം നടത്തലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹം ചെയ്തിരുന്നു. പിന്നെ ഇങ്ങനെ അൺലോഫുൾ മീറ്റിങ്സൊക്കെ നടത്തുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ഗ്രേസ് അബൗണ്ടിങ്ങിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിസണിലുള്ള ലൈഫിനെ കുറിച്ചാണ്. പിന്നെ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ള വർക്കിൽ അദ്ദേഹം രണ്ടാമത് ജയിലിലടയ്ക്കപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് മിസ്റ്റർ ബാറ്റ്മാനും ദ ഹോളി വാറും. പിന്നെ ലോങ് പ്രോസ് അലിഗോറി യൂസ് ചെയ്തിട്ട് എഴുതുന്ന ഏക എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം മാത്രം എഡ്യൂക്കേറ്റഡ് എന്നല്ല, പക്ഷേ ഇംഗ്ലീഷ് ബൈബിള് അദ്ദേഹത്തിന് ബൈ ഹാർട്ടായിരുന്നു, മനഃപ്പാടമായിരുന്നു. അതുപോലെ തന്നെ നോവലിൻ്റെ ഫോറണ്ണറായിട്ട് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നു. Other prose writers of the age: Sir William Temple, who wrote letters and essays, was the first friend of Swift. John Tillotson introduced a new style into religious oratory. John Locke, who wrote essay on human understanding, treatise on government and others, thoughts on education. John Evelyn and Samuel Pepys are the two diarists who recorded the contemporary events and revelation of character from the inside. The diary is unique. അപ്പോൾ സർ വില്യം ടെമ്പിൾ എന്താ പറയുക, ലെറ്റേഴ്സും മെസ്സേജൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സ്വിഫ്റ്റിൻ്റെ സുഹൃത്തായിരുന്നു. അതുപോലെ ജോൺ ടിൽട്ടൺ ആണ് റിലീജിയസ് ഒറേറ്ററിയിൽ ഒരു പുതിയ സ്റ്റൈൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജോൺ ലോക്ക് എസ്സേ ഓൺ ദ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്, ട്രീറ്റീസ് ഓൺ ഗവൺമെൻറ് ആൻഡ് തോട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ ബേസിക് എസ്സേ എഴുതിയിട്ടുണ്ട്. ജോൺ എവ്ലിനും സാമുവൽ പെപ്പീസും എന്താണ് രണ്ട് ഡയറിസ്റ്റ് എന്ന് പറയുന്നത്. ഡയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറി എഴുതുന്ന വ്യക്തി എന്നൊക്കെ പറയാം. അപ്പോൾ അന്നത്തെ കണ്ടംപററി ഇവൻറ്റ്സിനെ കുറിച്ചൊക്കെ അവർ ഒരുപാട് എഴുതിയിരുന്നു. അപ്പം ഉള്ളിൽ നിന്ന് വരുന്ന ഒന്നായിരുന്നു അവരുടെ ഡയറി എന്ന് പറയുന്നത്. യുണീക്കായിരുന്നു. ഡ്രാമ ഓഫ് ദ ഏജ് ഓഫ് ഡ്രൈഡൻ. The theatre during the age of Dryden was a creature of the demoralized world of fashion and reflected the taste of its patrons. അപ്പം എന്താ പറയുക, അന്നത്തെ കാലത്തെ തിയേറ്റർ എന്ന് പറയുന്നത് ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. ഈ രക്ഷാധികാരികളുടെ പാഷനും ഒക്കെ അതിൽ റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. പിന്നെ വില്യം കോൺഗ്രീവ്, വില്യം റെസ്ലി, വൈക്കർലി, സർ ജോൺ വാൻഡ്രോ ആൻഡ് ജോർജ് ഫാൻക്വർ റോട്ട് റെസ്റ്റോറേഷൻ കോമഡീസ്. ഈ എഴുത്തുകാരൊക്കെയായിരുന്നു റെസ്റ്റോറേഷൻ കോമഡീസ് എഴുതിയിരുന്നത്. ദീസ് വർക്ക്സ് ആർ വണ്ടർഫുള്ളി ക്ലവർ, അബണ്ടന്റ് ഇൻ വിറ്റ് ബട്ട് ലാക്കിംഗ് ഇൻ ട്രൂത്ത്. സത്യസന്ധമായിട്ടുള്ളതല്ലായിരുന്നു, പക്ഷേ ഭയങ്കര ക്ലവറായിട്ടുള്ള വിറ്റൊക്കെ ഒരുപാടുള്ളതായിരുന്നു. They reveal the worst spirit of society of which amusement they were produced. മീൻസ് അന്നത്തെ സൊസൈറ്റിയുടെ ഏറ്റവും വേഴ്സ്റ്റ് സ്പിരിറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. ട്രാജഡി വാസ് ഈക്വലി ആർട്ടിഫിഷ്യൽ. ട്രാജഡിയും ആർട്ടിഫിഷ്യലായിരുന്നു. ഹീറോയിക് ഡ്രാമ വാസ് പോപ്പുലർ വിച്ച് വാസ് ഫുൾ ഓഫ് ലവ്. ഹീറോയിക് ഡ്രാമ പോപ്പുലറായിരുന്നു, അതിൽ ഫുൾ ഓഫ് ലവും ഗാലൻട്രി മീൻസ് ധീരതയും അതുപോലെ തന്നെ കറേജും ആയിരുന്നു. മീൻസ് ലിറ്റിൽ റെഫറൻസ് ടു ലൈഫ്, ജീവിതത്തെക്കുറിച്ച് കുറച്ച് റെഫറൻസേ വന്നിട്ടുള്ളൂ. ദ ഡയലോഗ് ഇൻ ദീസ് ട്രാജഡീസ് വർ എക്സ്ട്രാവാഗന്റ് വിത്ത് ബോംബാസ്റ്റിക് ലാംഗ്വേജ്. ഒരു എന്താ പറയുക, അതിര് കടന്ന രീതിയിൽ വിടുവായുത്തം പറയുന്ന രീതിയിലുള്ള ഡയലോഗ്സ് ആയിരുന്നു ഈ ട്രാജഡീസിലൊക്കെ ഉണ്ടായിരുന്നത്. ഡ്രൈഡൻ ഹിംസെൽഫ് വാസ് ദ മാസ്റ്റർ ഓഫ് ഹീറോയിക് ഡ്രാമ, എംപ്ലോയ്ഡ് ബ്ലാങ്ക് വേഴ്സ്. അപ്പോൾ ഡ്രൈഡൻ തന്നെയായിരുന്നു മീൻസ് ഹീറോയിക് ഡ്രാമയുടെ മാസ്റ്റർ എന്ന് പറയുന്നത്.
His tyrannic love on the royal martyr and two parts of his conquest of Canada are good examples. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ രണ്ട് വർക്ക്സ് ഒരു എക്സാമ്പിളാണ്. In his All for Love, which is based on Antony and Cleopatra. All for Love എന്ന് പറയുന്നത് ആൻ്റണി ആൻഡ് ക്ലിയോപാട്രയെ കുറിച്ചാണ്. ഡ്രൈഡൻ വിയർസ് ദ ഹീറോയിക് സ്റ്റൈൽ റെസ്റ്റോർഡ് ടു ഷേക്സ്പിയർ ആൻഡ് ബ്ലാങ്ക് വേഴ്സ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ആ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ളത്. The development of literary form and style. In poetry, lyric and ode forms flourished. പോയട്രിയിലാണെങ്കിൽ ലിറിക്കും ഓഡ് ഫോംസും അഭിവൃദ്ധിപ്പെട്ടു. The bitter political and personal contentions brought the satirical writing to limelight. Satire acquired a new importance and sharper edge. അപ്പോൾ സറ്റയറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സമയമായിരുന്നു ഈ ഡ്രൈഡൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. In drama, the development of comedy and tragedy during this age is important. അപ്പോൾ ഡ്രാമയിൽ കോമഡി ട്രാജഡി ഒക്കെ ഡെവലപ്പ് ചെയ്തു. പ്രോസ് റൈറ്റിംഗ് ഗേവ് എ ന്യൂ വേ ടു ലിറ്റററി ക്രിറ്റിസിസം. പ്രോസ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ ഒരു പുതിയ വഴിയായിരുന്നു. അലിഗോറി ഓക്യുപ്പൈഡ് എ വൈറ്റൽ പ്ലേസ് ഇൻ പ്രോസ്. അപ്പം അലിഗോറിയാണ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് പ്രോസിൽ. Conclusion. When Dryden began to write, the literary world was in a state of uncertainty. Dryden, with his regular couplet and by his splendid use of it, proved its capabilities and assured its success. അപ്പോൾ ഡ്രൈഡൻ എഴുതാൻ തുടങ്ങിയപ്പോൾ എന്താണ്, ഒരു സ്റ്റേറ്റ് ഓഫ് അൺസർട്ടനിറ്റിൻ്റെ കാലത്താണ് അദ്ദേഹം എഴുതി തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ റെഗുലർ കപ്ലെറ്റും സ്പ്ലെൻഡിഡ് യൂസ് ഓഫ് ദിസ് കപ്ലെറ്റും എന്താണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്പബിലിറ്റി എന്താ മീൻസ് അദ്ദേഹത്തിൻ്റെ സക്സസ് തീരുമാനിച്ചിട്ടുള്ള ഒന്നായിരുന്നു. That's all about this one. Thank you all.